Hello friends, in today's class we are going to learn about IELTS reading subtest. IELTS reading subtest എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു ജനറൽ ഓവർവ്യൂ ഐഡിയ നമ്മൾ സ്പീക്കിംഗ് ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സീ ദിസ്, നമ്മളൊരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ റീഡിങ്ങിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ദ ഫസ്റ്റ് വൺ, നമ്മൾ റീഡിംഗ് ടെസ്റ്റ് എന്ന് പറയുന്ന IELTSന് 60 മിനിറ്റ്സ് ആണുള്ളത്. അതായത് 1 അവർ നടക്കുന്ന ടെസ്റ്റാണ് റീഡിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് അവിടെ അറ്റൻഡ് ചെയ്യണം? 40 ക്വസ്റ്റ്യൻസ് ഇൻ ടോട്ടൽ. ഓക്കെ, അപ്പോൾ 1 അവറിൽ അതായത് 60 മിനിറ്റ്സിൽ നമ്മൾ 40 ക്വസ്റ്റ്യൻസ് വേണം അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ മൈൻഡിൽ ഓൾറെഡി ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം. 60 മിനിറ്റ്സേ ഉള്ളൂ, 40 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എത്ര ടൈം എടുക്കണം എന്നുള്ള ഒരു ഐഡിയ നമ്മളുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരിക്കണം. ഓൾ റൈറ്റ്, ആഫ്റ്റർ ദാറ്റ് 3 to 4 പാസേജസ് ഓഫ് ഇൻക്രീസിങ് ഡിഫിക്കൽട്ടി. അതായത് നമുക്ക് അതിൽ ഒരു മെറ്റീരിയൽ ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അതിൽ ടോട്ടൽ എത്ര പാസേജസ് കാണും? മിനിമം 3 പാസേജസ്. ഇനി കൂടി പോയാൽ തന്നെ ഒരു 4 പാസേജസ് വരെ നമുക്ക് കാണും. അപ്പോൾ ഈ 3 to 4 പാസേജസ് ആണ് നമ്മൾ 1 അവറിൽ ഫുള്ള് വായിച്ചിട്ട് 40 ക്വസ്റ്റ്യൻസ് നോക്കേണ്ടത്. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് നോ എക്സ്ട്രാ ടൈം ടു ട്രാൻസ്ഫർ യുവർ ആൻസേഴ്സ്. അതായത് ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കിട്ടുന്നു, അത് കൂടാതെ എന്തുണ്ട്, ഒരു ആൻസർ ഷീറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആൻസർ ഷീറ്റിലേക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ആൻസേഴ്സ് എഴുതി പോവുക തന്നെ വേണം. നമുക്ക് ലിസ്ണിങ്ങിനാണെങ്കിൽ കുറച്ച് ടൈം ആഫ്റ്റർ ദ ടെസ്റ്റ് ആൻസേഴ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ കിട്ടുന്നത് പോകില്ലേ. റീഡിങ്ങിൻ്റെ ടെസ്റ്റിന് അങ്ങനെ ഒരു ടൈം അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ 1 അവർ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ടൈമുണ്ട് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നോക്കിയിട്ടെല്ലാം ആൻസേഴ്സ് ട്രാൻസ്ഫർ ചെയ്യാനെന്ന് കരുതിയാൽ അത് തെറ്റാണ്. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ഷീറ്റിൽ ആൻസേഴ്സ് എഴുതി കറക്റ്റായിട്ട് പോകണം. അപ്പോൾ നമുക്കൊരു ടൈം ഉണ്ട് എന്നുള്ളൊരു ഐഡിയയിൽ നമ്മൾ ഇരിക്കാനേ പാടില്ല. ഓൾ റൈറ്റ്, ആഫ്റ്റർ ദാറ്റ് ടെക്സ്റ്റ് ഈസ് മോർ ചലഞ്ചിങ് ഇൻ അക്കാഡമിക് റീഡിങ്. നമുക്കറിയാം ഈ IELTS ടെസ്റ്റ് എന്ന് പറയുന്നത് ജനറൽ IELTSും ഉണ്ട്, അക്കാഡമിക് IELTSും ഉണ്ട്. അപ്പോൾ സ്പീക്കിങ്ങും ലിസ്ണിങ്ങും ഓൾമോസ്റ്റ് എല്ലാവർക്കും സെയിം ആണല്ലേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പക്ഷേ എവിടെയാണ് ഡിഫറൻസ് വരുന്നത്? റൈറ്റിങ്ങിലും റീഡിങ്ങിലും ആയിരിക്കും. അപ്പോൾ റീഡിങ്ങിൽ വരുമ്പോഴത്തേനും അക്കാഡമിക് റീഡിങ് കുറച്ചുകൂടി ടഫാണ്, ഡിഫിക്കൽട്ടാണ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ കൂടുതൽ സ്റ്റഡി ഓറിയൻറ്റഡ് ആയിട്ട്, അതായത് പഠിക്കാൻ പോകുന്നവർ എഴുതുന്നതാണ് അക്കാഡമിക് IELTS. അപ്പോൾ അവർക്ക് വരുന്നത് കുറച്ചുകൂടി ടഫായിട്ട് അല്ലെങ്കിൽ അക്കാഡമിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും, അക്കാഡമിക് ഫീൽഡിൽ നിന്ന് വരുന്ന മെറ്റീരിയൽസ് ആയിരിക്കും വായിക്കാനുള്ളത് എന്ന് കരുതി ജനറൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാമെന്നല്ല. അവിടെയും നമ്മൾ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ കുറേ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യണം. എങ്കിലും കമ്പാരിറ്റീവ്ലി വെൻ വി തിങ്ക് അല്ലെങ്കിൽ വെൻ വി ലുക്ക് നമുക്ക് മനസ്സിലാവും അക്കാഡമിക്കാണ് കുറച്ചുകൂടി ചലഞ്ചിങ് ആയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് more questions to be answered correctly in general reading. അതായത് ഇപ്പോൾ നമ്മൾ ബാൻഡ് സ്കോർ ഓവറോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ജനറൽ കുറച്ചുകൂടി ഈസി ആയതുകൊണ്ട് തന്നെ അക്കാഡമിക്കിനെക്കാട്ടിൽ കൂടുതൽ കുറച്ച് മാർക്സ് വാങ്ങിക്കേണ്ടി വരും നമുക്ക് ആ ബാൻഡ് സ്കോർ ഒന്ന് ടാലി ആവാൻ. അത് നിങ്ങൾക്ക് ഇപ്പോൾ സ്കോർ ഷീറ്റ് നമ്മൾ കാണിക്കുക, അന്നേരം കുറച്ചുകൂടി മനസ്സിലാവും. ദെൻ നോ നെഗറ്റീവ് മാർക്കിംഗ്. ഇപ്പോൾ 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾ 40 ക്വസ്റ്റ്യൻസും കറക്റ്റായിട്ട് തന്നെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് 40 മാർക്സ് കിട്ടും. ഇനി അതല്ല, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി അതിനൊരു നെഗറ്റീവ് മാർക്കിംഗ് അങ്ങനെയൊന്നും ഇല്ല. നിങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് എത്ര മാർക്സ് കിട്ടും? അതിൻ്റെ മാർക്സ് കിട്ടും. അപ്പോൾ എത്ര മാർക്സ് ആണ് അത്? 1 മാർക്കാണ്. ഓക്കെ, നമുക്ക് 1 മാർക്സ് ആണ് ഈച്ച് ക്വസ്റ്റ്യനും കിട്ടുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു മാർക്കിംഗ് സ്കീം പോകുന്നത്. ഓൾ റൈറ്റ്, ജനറൽ ആൻഡ് അക്കാഡമിക് IELTS തമ്മിലുള്ള പാസേജിലെ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ജനറൽ IELTS എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മളൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റിയിൽ ചെന്ന് കഴിഞ്ഞാൽ ലാംഗ്വേജ് എങ്ങനെ കോംപ്രിഹെൻഡ് ചെയ്യുന്നു എന്നുള്ളതല്ലേ അവിടുത്തെ മെയിൻ ഐഡിയ. സോ അതുകൊണ്ട് തന്നെ ജനറൽ IELTSൽ വരുന്ന പാസേജസ് എന്ന് പറയുന്നത് ഇറ്റ്സ് റിലേറ്റഡ് ടു ഡെയിലി ലൈഫ്. ഓക്കെ, അതെന്തൊക്കെയാവാം? അഡ്വർടൈസ്മെൻറ്റ്സ് ആവാം, ഇൻസ്ട്രക്ഷൻ മാനുവൽ ആവാം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആവാം. ഇതുകൊണ്ട് മാത്രം ഒതുങ്ങുന്നില്ല. അപ്പം നിങ്ങൾക്ക് 1-2 എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതുപോലെ എന്ത് കൈൻഡ് ഓഫ് പാസേജസും നമുക്ക് എവിടെ ചോദിക്കാം? ജനറൽ IELTSൽ ചോദിക്കാം. സോ ഇനി അക്കാഡമിക് IELTS നോക്കിക്കേ. അക്കാഡമിക് IELTS എന്ന് പറയുന്നത് നമ്മളൊരു അക്കാഡമിക് സർക്കിളിൽ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നുള്ളതല്ലേ. അപ്പോൾ ഇൻ്റലക്ച്വൽ ലെവൽ എടുത്ത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഡിഫിക്കൽട്ട് ലെവലാണ് നമുക്ക് അക്കാഡമിക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ പാസേജസ് എന്ന് പറയുമ്പോൾ വരുന്നത്. സോ ഇവിടെ എന്തായിരിക്കും വരുന്നത്? മോസ്റ്റ്ലി ആർട്ടിക്കിൾസ് ആണ് ആൻഡ് ഓൾസോ റിസർച്ചേഴ്സ് ഫ്രം ജേർണൽസ്. ഓൾ റൈറ്റ്, ഓക്കെ. ഇനിയും റീഡിംഗ് സ്കിൽസിൽ നമുക്ക് എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ഓൾ റൈറ്റ്, സോ റീഡിംഗ് ഫോർ ജസ്റ്റ്, റീഡിംഗ് ഫോർ ഡീറ്റെയിൽ, സ്കിമ്മിങ്, understanding logical argument and recognizing writers' opinions, attitudes and purposes.
അതായത് ഇവിടെ വരുമ്പോഴത്തേനും നമുക്ക് ഒരു റീഡിംഗ് മെറ്റീരിയൽ എടുത്ത് കഴിയുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് കണ്ടു കഴിയുമ്പോഴത്തേനും അതിൻ്റെ മെയിൻ ഐഡിയാസ് മനസ്സിലാക്കാൻ പറ്റണം. അതുപോലെ തന്നെ ഡീറ്റെയിൽഡായിട്ട് എന്തെങ്കിലും നോക്കി കണ്ടുപിടിക്കാൻ പറ്റുന്നെങ്കിൽ പറ്റണം. അതിൽ ലോജിക്കലി എന്താണ് ഒരാൾ പറയുന്നതെന്ന് നമുക്ക് വ്യക്തമാകണം. ഓക്കെ, ഇനിയും റൈറ്ററിൻ്റെ പേഴ്സ്പെക്റ്റീവ് എന്താണ്, വ്യൂ പോയിന്റ് എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇതെല്ലാം എത്ര ടൈമിനുള്ളിൽ സാധിക്കണം? 1 hourൽ നടക്കുകയും വേണം. സോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് സ്കിം ചെയ്യാനും സ്കാൻ ചെയ്യാനുമുള്ള ടാലൻറ്റ് ഒരേ ടൈമിൽ ഉണ്ടായിരിക്കണം. അതായത് സ്കിം ചെയ്ത് കഴിയുമ്പോഴത്തേനും ഓവറോൾ ഒരു ഐഡിയ നമ്മളുടെ മനസ്സിലെത്തും. അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ഡീറ്റെയിലിന് വേണ്ടിയിട്ട് സ്കാൻ ചെയ്യാനും നമുക്ക് പറ്റണം. സോ ഈ എല്ലാ സ്കിൽസും കൂടി കംപ്രൈസ് ചെയ്തായിരിക്കും നമ്മുടെ ഒരു റീഡിംഗ് എബിലിറ്റി എത്രമാത്രം ഉണ്ടെന്ന് ജഡ്ജ് ചെയ്യപ്പെടുന്നത്. അത് നമ്മുടെ മാർക്സിലാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, സോ ഇതാണ് നമ്മുടെ സ്കോർ ചാർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്ത് തന്നെ ആയിരിക്കും? ബാൻഡ് 9 നമുക്ക് കിട്ടണമെന്നുള്ളതാണ് അല്ലേ? പക്ഷെ ബാൻഡ് 9 കിട്ടുന്ന അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് പ്രോപ്പർ ഗൈഡൻസും ട്രെയിനിങ്ങും ഉണ്ടെങ്കിൽ, നമുക്ക് റീഡിങ്ങിൽ എവിടെയാണ് സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ബാൻഡ് 9 സ്കോർ കിട്ടും. സോ ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കാഡമിക് ആൻഡ് ജനറൽ ഐൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ജനറൽ ഐൽസിൽ നമുക്ക് 40 മാർക്സ് കിട്ടിയാൽ മാത്രമേ ബാൻഡ് 9 കിട്ടുകയുള്ളൂ. ഓക്കെ, ബട്ട് അക്കാഡമിക് എടുത്തു നോക്കൂ. അക്കാഡമിക്കിൽ 39 to 40 ആണ് നമ്മൾ 9 ബാൻഡ് ഓവറോൾ എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ ഐൽസിനാണ് നമ്മൾ കുറച്ചുകൂടി മാർക്സ് കൂടുതൽ വേണ്ടത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ബാക്കി സ്കോർസ് താഴോട്ട് നമുക്ക് കാണാം. 37 to 38 ആണ് അക്കാഡമിക്സ് എങ്കിൽ നമുക്ക് 8.5 ആണ് ബാൻഡ് സ്കോർ വരുന്നത്. 39 അതേസമയം ജനറലിന് വേണം 8.5 കിട്ടാനായിട്ട്. അപ്പോൾ ഈ മെറ്റീരിയൽസ് എന്നൊക്കെ പറയുന്നത്, നിങ്ങൾ ഒരുപാട് മെറ്റീരിയൽസ് ചെയ്ത് കഴിയുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഈസിനെസ് എത്രമാത്രം, നമുക്ക് പാടുള്ള കാര്യമല്ല. പക്ഷെ കുറേ മെറ്റീരിയൽസ് നമ്മൾ കണ്ട് പരിചയപ്പെട്ട് നമുക്കൊരു പ്രോപ്പർ ട്രെയിനിങ് കിട്ടണം. അപ്പോൾ എവിടേക്കാണ് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായാലല്ലേ എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ സ്കോറിലോട്ട് നോക്കുകയേ വേണ്ട. എപ്പോഴും നിങ്ങളുടെ ഒരു എയിം എന്ന് പറയുന്നത് ബാൻഡ് 9 കിട്ടാൻ തന്നെ ആയിരിക്കണം. സോ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ഐൽസ് റീഡിംഗ് ടെസ്റ്റിൻ്റെ സമയത്ത് കിട്ടുന്ന ആൻസർ ഷീറ്റ് ഏത് മോഡലാണെന്നുള്ളത് ഇത് നോക്കുമ്പോൾ ക്ലിയർ ആവും. ഇതാണ് നമുക്കൊരു സാമ്പിൾ ആൻസർ ഷീറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഫില്ല് ചെയ്യേണ്ട കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. കാൻഡിഡേറ്റ് നെയിം, കാൻഡിഡേറ്റ് നമ്പർ, സെൻറ്റർ നമ്പർ, അങ്ങനെ ഡേറ്റും ഒക്കെ ആയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ഇതാ കണ്ടില്ലേ, 1 to 40 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓർഡർ വൈസ് പ്രോപ്പറായിട്ട് ചെയ്തു പോവുക. പിന്നെ നമ്മുടെ സ്കോറൊക്കെ, റീഡിംഗ് ടോട്ടലൊക്കെ ഇവിടെയാണ് പിന്നീട് അവർ മാർക്ക് ചെയ്യുന്നത്. സോ ഇതാണ് ഒരു സാമ്പിൾ ആൻസർ ഷീറ്റ് എന്ന് പറയുന്നത്. അല്ല നമുക്ക് ഒരുപാടൊന്നും എഴുതാനൊന്നും ഇല്ല. മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് എഴുതുകയല്ല, പക്ഷേ വായിച്ചിട്ട് പ്രിസൈസ് ആയിട്ടുള്ള ഐഡിയാസ് നമ്മൾ കണ്ടുപിടിക്കുന്നതിലാണ് ഇവിടെ കാര്യം. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ചോദിക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് റീഡിങ്ങിൽ വരുന്നതെന്ന് നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ, heading match questions. Heading match questions. Second one, information match questions. Short answer questions. True or false not given. അല്ലെങ്കിൽ yes or no not given. അതായത് true or false not given അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ yes or no not given എന്നും പറഞ്ഞുകൊണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. Then matching people question. Matching ends of sentences. Completing sentences. Notes. Flow charts and summaries. Then we have multiple choice questions and finally labeling diagrams and maps. അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടു കഴിയുമ്പോഴത്തേനും കൺഫ്യൂസ്ഡ് ആവണ്ട. ലൈക്ക് 11 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊരു മെറ്റീരിയലിൽ തന്നെ വരാം. ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. ഓരോന്നും ഓരോ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചിലപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കില്ല മറ്റൊരാൾ റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോന്നാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ്ഡ് ആവണം. എന്തിന് യൂസ്ഡ് ആവണം? ഒരുപാട് മെറ്റീരിയൽസ് ഇത് യൂസ്ഡ് ആവണം. അപ്പോൾ നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് അവിടെയും ഇവിടെ ഒക്കെ കാണും. അപ്പോൾ അതിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്ത് ഏതാണ് അപ്രോപ്രിയേറ്റ് മെറ്റീരിയൽ എന്നുള്ളത് മനസ്സിലാക്കി ഈ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും അതിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്കത് ചെയ്യുന്നത് കൊണ്ട് പ്രയോജനം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്ത് മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ ഇഫക്റ്റീവായിട്ട് ഈ റീഡിംഗ് നമുക്ക് പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഈ എല്ലാ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യുക. അത് എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും ഇഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് 40 മാർക്സ് തന്നെ കിട്ടും. ഓവറോൾ 9 സ്കോറൊക്കെ തന്നെ കിട്ടാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേനും നമുക്കൊരു ജനറൽ ഓവർവ്യൂ, ലൈക്ക് എത്ര ടൈമിലാണ് ടെസ്റ്റ് നടത്തുന്നത്, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, അക്കാഡമിക് ആൻഡ് ജനറൽ ഐൽസ് റീഡിംഗ് ടെസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബേസിക് ഐഡിയാസ് നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലേ. ഇനി ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.
All right? So for more videos, follow Tiju's Academy. ഉറപ്പാണ് വിജയം.